ഒരു തുള്ളി സെമൻ എന്ന് പറയുമ്പോൾ 1000 ഡ്രോപ്പ് രക്തത്തിന് തുല്യമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കവിളൊട്ടും, നിങ്ങൾ മെല്ലെ മെല്ലെ ശോഷിച്ചു വരും, പതിയെ പതിയെ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും. നമ്മൾ മാസ്റ്റുർബേഷനെ കുറിച്ചാട്ടോ സംസാരിക്കുന്നത്. പലരും ഇത് ചെയ്തതോർത്തിട്ട് വല്ലാതെ കുറ്റബോധം പേറി നടക്കുന്നവരുണ്ട്, അതോർത്ത് ഡിപ്രസ്ഡ് ആവുന്നവരുണ്ട്. അതേസമയം അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. നോക്കൂ, ഇത് ശരീരത്തിന്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരു 5 വയസ്സ് തൊട്ടൊക്കെ നമുക്കിത് കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള നമ്മളുടെ സെക്ഷുവൽ ടെൻഷൻ റിലീസ് ചെയ്യാനും നമ്മളുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ മാസ്റ്റുർബേഷൻ. അതേസമയം ഇത് തുടർച്ചയായിട്ടും അമിതമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. മാസത്തിൽ 1-2 തവണ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കില്ലായിരിക്കാം. ഇത് തുടരെ തുടരെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ തുടങ്ങും. നമുക്ക് വല്ലാതെ കുറ്റബോധം വരിക, ഉത്കണ്ഠ വരിക, നമ്മുടെ ജോലിയിൽ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാതാവുക, എല്ലാത്തിലുള്ള നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ കുറഞ്ഞു വരിക. നമ്മുടെ പെരുമാറ്റത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൊണ്ടെത്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു മാസ്റ്റുർബേഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു നേരായ രീതിയിലുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് സ്വാഭാവികമായിട്ടും താല്പര്യം കുറഞ്ഞു കാണാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള സൊല്യൂഷൻ നോക്കാം നമുക്ക്. ഒന്നാമതായിട്ട് നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഭയങ്കര പ്ലസന്റ് ആൻഡ് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരു രീതിയിലും ഒരു ഐസൊലേഷൻ ഫീൽ നമുക്ക് തോന്നാതിരിക്കുക, ഒരു രീതിയിലും വർക്ക് സ്ട്രെസ് നമ്മളെ ബാധിക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മളെ എൻഗേജ് ചെയ്യുക. അതായത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യണം. അത് വായനയാവാം, വർക്കൗട്ട് ആവാം, മെഡിറ്റേഷൻ ആവാം, എനിത്തിങ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.